കുറച്ച് നാൾ മുമ്പ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ജയ്പൂരിലേക്കൊരു ട്രിപ്പ് പോയി. ഒരു ബാച്ചിലേഴ്സ് ട്രിപ്പായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ആ ട്രിപ്പിൻ്റെ അതിൻ്റേതായിട്ടുള്ള മൂഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വി ഓൾ നോ ജയ്പൂർ ഈസ് എ സിറ്റി ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ഫേമസ് ഫോർ ലോട്ട് ഓഫ് ഫോർട്ട്സ് ആൻഡ് കാസിൽസ് ആൻഡ് സ്റ്റഫ്. അപ്പോൾ ഇവരവിടെ ചെന്നിട്ട് അവരുടെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ഈ കോട്ടകൾ കാണുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവരവിടെ ബുക്ക് ചെയ്ത സ്റ്റേയിൽ നിന്ന് അവരൊരു ഓട്ടോ വിളിച്ച് ഒരു ഫോർട്ടിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഫോർട്ടിലേക്ക് പോയി. അപ്പോൾ ഓട്ടോ കുറച്ച് കിലോമീറ്ററുകൾ ഇങ്ങനെ സഞ്ചരിച്ചു. എന്നിട്ട് വലിയൊരു കോട്ടയും മതിലുണ്ടല്ലോ കോട്ടകൾക്ക്, അങ്ങനെയുള്ള ഒരു മതിലിൻ്റെയും വലിയൊരു വാതിലിൻ്റെയും ഒക്കെ ഫ്രണ്ടിൽ കൊണ്ട് ഈ ഓട്ടോ നിർത്തി. അപ്പോൾ ഇവർ നോക്കുമ്പോൾ അവിടെ ആരുമില്ല, വളരെ വിജനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. എന്നാൽ ഈ വാതിലിൻ്റെ ഫ്രണ്ടിൽ മറ്റേ വലിയ തോക്കൊക്കെ പിടിച്ച് 2 സെക്യൂരിറ്റീസ് ഉണ്ട്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ പട്ടാളക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഓക്കെ ഇത് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇവിടെ ആൾക്കാരുമില്ല, മൊത്തത്തിൽ എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. അപ്പോൾ ഇവർ ചെന്നിട്ട് ഈ പറഞ്ഞ പട്ടാളക്കാരോട് ടിക്കറ്റ് ചോദിച്ചു. സാർ ടിക്കറ്റ് കഹാ എന്നോ അങ്ങനെ എന്തോ ഹിന്ദിയിലൊക്കെ എന്തോ ഇവരിങ്ങനെ ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേന് പട്ടാളക്കാരുടെ മുഖം മാറിയച്ച് നമ്മളോട് അവർ ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ ഈ ടിക്കറ്റ് ചോദിച്ചപ്പോഴത്തേന് നമ്മുടെ ടീംസിന് പിന്നെ എന്താ ഇവരെന്തിനാ ഇവർ നമ്മളോട് ടിക്കറ്റ് ചോദിക്കുന്നത്? ടിക്കറ്റ് ഇവർ തന്നെങ്കിലേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. പിന്നീടാണ് ഈ നമ്മുടെ കൂട്ടുകാരി സത്യം മനസ്സിലാക്കിയത്, അത് ഫോർട്ട് അല്ലായിരുന്നു, അത് അവിടുത്തെ ഒരു എയർപോർട്ടിൻ്റെ ലഗേജ് സെക്ഷനായിരുന്നു. നമ്മളീ പറ്റിയെന്ന് മനസ്സിലായി. അതേ ഓട്ടോയെ തന്നെ അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ ഇരട്ടി തുക മുടക്കി തിരിച്ച് ഇവർ താമസിച്ച സ്റ്റേയിലേക്ക് തിരിച്ചു വന്നു. പ്രശ്നം പറ്റിയത് എവിടെയാന്ന് വെച്ചാൽ, ഇവർ ഫോർട്ട് എന്ന് പറഞ്ഞതിൻ്റെ പ്രൊണൗൺസിയേഷൻ മാറിയിട്ട് ഈ ഓട്ടോ ഡ്രൈവർ കേട്ടത് പോർട്ട് എന്നാണ്. അതും പുള്ളി കൊണ്ട് അവിടുത്തെ എയർപോർട്ടിൻ്റെ ലഗേജ് സെക്ഷനിലുള്ള ഏതാണ്ട് സ്ഥലത്താണ് കൊണ്ട് ഇവരെ ഇറക്കിയത്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് പോകേണ്ടിയിരുന്ന ഫോർട്ട് ഇവർ താമസിച്ച ആ ഒരു സ്റ്റേ ചെയ്യുന്ന 2 ബ്ലോക്ക് അപ്പുറമായിരുന്നു. ഏതാണ്ട് ഒരു 50 മീറ്റർ ഇടം നടന്നാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ അവർക്ക് പ്രൊണൗൺസിയേഷൻ്റെ ചെറിയൊരു മിസ്റ്റേക്കാണ് അവിടെ സംഭവിച്ചത് അല്ലേ. അതായത് ഫോർട്ടിൻ്റെ എഫ് എന്നുള്ളത് മാറി കേട്ടയാളത് പോർട്ടായിട്ട് കേട്ടു, പോർട്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ OET സ്പീക്കിങ്ങിൻ്റെ അത്രയും പ്രൊണൗൺസിയേഷൻ്റെ ഇമ്പോർട്ടൻസ്. പല വാക്കുകളുണ്ട് സമാനമായിട്ടുള്ള ഉച്ചാരണ രീതികളുള്ളത്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നൊരു വാക്കെന്ന് പറഞ്ഞാലാണ് ഹാർട്ട്, ഹൃദയം. HEART ആണ് അതിൻ്റെ സ്പെല്ലിങ്. പക്ഷേ ഇപ്പോഴും പലരും അതിന് പറയുന്നത് ഹേർട്ട് എന്നാണ്, HURT, അർത്ഥം മാറി. ഇതുപോലെ പല വാക്കുകളുണ്ട്, ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ കൂടി അർത്ഥം മൊത്തത്തിൽ മാറ്റിക്കളയുന്ന സാധനങ്ങൾ. ഇപ്പോൾ ആണെങ്കിലും എൻ്റെ ഒരു ഓൺലൈൻ സ്റ്റുഡൻറ്റ് പറഞ്ഞതാണ് എംബറാസ്മെൻറ്റ്. അർത്ഥവ്യത്യാസമൊന്നും വരുന്നില്ല, പക്ഷേ സ്റ്റിൽ വാട്ട് ഈസ് ദ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഫോർ ദാറ്റ്? ഇറ്റ്സ് എംബാരസ്മെൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് നമുക്ക് കഴിവതും ഒഴിവാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ അക്ഷരം കൊണ്ട് തന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥവും കാര്യങ്ങളൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ദ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഫോർ ഓൾ ദ വേർഡ്സ് ദാറ്റ് വി യൂസ് ഇൻ അവർ OET സ്പീക്കിംഗ് എക്സാമിനേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ മോർ വീഡിയോസ് ഫോളോ ടിജോസ് അക്കാഡമി ഓൺ ഓൾ ദ സോഷ്യൽസ്. ഉറപ്പാണ് വിജയം.